ആ മക്കൾക്കുള്ളതായിരിക്കുന്ന അനുഭവത്തെങ്കിലും വിളിച്ചു പോരുന്ന കാലനേരത്തെങ്കിൽ ഈ കുഞ്ഞുകാട്ടി കൊടുത്തിരിക്കുന്ന ഗുരുവിനെ കണ്ടുപോകുന്ന കാലനേരത്തെങ്കിൽ ഏകരാശിയായിട്ട് കിട്ടുന്ന പറയാ. ഇങ്ങനെയില്ലേ മനസ്സപ്പെടുത്തിരിക്കുന്ന ഒരു അനുഭവം, നീന്തി കടന്നിരിക്കുന്ന അനുഭവം പോലെ കൽപ്പിച്ചിട്ടുണ്ട് മുത്തപ്പനല്ലേ? സത്യല്ലേ? കളവാന്നോ? 12 രാശിരാജ്യങ്ങളുണ്ടല്ലോ അവിടെ. വീടും മഹിമം ഇടവം വിതരം ചേണമാടകം ദൂഷ്യരാജൻ ചെങ്കൽ ചേവൂര് കന്യമൃതാണ് രാമന്തരി കുറിച്ചിയൊമ്പരാണ് രൂപുരം മകരം ഗോപുരാജം കുമ്പം വിദേഹം നീലക്ഷീരം ഇങ്ങനെ 12 രാശിരാജ്യങ്ങളുണ്ട്. അതായിരിക്കുന്നൊരു മുഹൂർത്തം കൽപ്പിച്ച് ഈ ജടാധാനിയായിരിക്കുന്ന വന്നതമ്പ്രാനെ കണ്ടു, സന്ധ്യാദീപം എന്ന പ്രകാരത്തിൽ കണ്ടു. നല്ലൊരു കൂടുതലേക്ക് വെച്ചിരിക്കുന്ന ഭൗരത്തിലെ നിലയുറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞുകുട്ടി കിടാവിന് വേണ്ടിയിട്ട് അല്ലേ? ആഗ്രഹിച്ച ഫലങ്ങളെ എന്റെ പതിയൊക്കെ കൽപ്പിക്കണം എന്ന് ധരണി വെച്ച് വിളിച്ചതാണ്. നേടി വെച്ചതൊന്നും കൊഴിഞ്ഞു പോയി കൂടാതെ പറയാല്ലേ? നട്ടുവളർത്തിയിരിക്കുന്ന വൃക്ഷത്തെങ്കില് കായ്ഫലം ഉണ്ടായി പോരുന്ന കാലനേരത്തെങ്കില് അത് പഴുത്തു പോരുന്ന കാലത്ത് ഭൂമിക്ക് പതിക്കുന്ന പറയാല്ലേ? അതുപോലെ തന്നെ മനുഷ്യാവീകളല്ലേ? അങ്ങനെയല്ലേ? അച്ഛനമ്മ കൊടുത്തിരിക്കുന്ന ജീവിതത്തെങ്കില് പഴുത്ത് ഭാഗം വരേണ്ടതായിരിക്കുന്ന അനുഭവമാണെന്നോ പറയാല്ലേ? അങ്ങനെയല്ലേ? എന്താണ് പറയാ? ജന്മത്തിലെ ജന്മം കൊടുത്തു പോരുന്ന കാലനേരത്തെങ്കിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നല്ലേ പറയാ? ഇപ്പോഴും വാർദ്ധക്യമാണല്ലേ? ഇത് വാർദ്ധക്യമല്ലേ? എനിക്ക് വാർദ്ധക്യമായ ഇല്ല. ബാല്യങ്ങള്, കൗമാരങ്ങള്, യൗവനകാലത്തേക്കുള്ളതായിരിക്കുന്ന അനുഭവം തന്നെയാണല്ലേ? എല്ലാവരും തെറ്റുക ഇല്ല. അത് വേണ്ടേ? അത് ഈ പ്രായത്തിലല്ലേ വേണ്ടത്? നേടിവെച്ചത് കുഴിയാതെ എല്ലാം ആഗ്രഹിച്ചിരിക്കുന്ന അനുഭവങ്ങളെല്ലാം നേടണമെന്നാ പറയാല്ലേ? അങ്ങനെയല്ലേ? അത് നേടിവെക്കേണ്ടതായിരിക്കുന്ന അനുഭവം നക്ഷത്രത്തിന്റെ പൂർവ്വ നക്ഷത്രം പെൺതിരിക്കുള്ളതായിരിക്കുന്ന നക്ഷത്രമാണ്. അങ്ങനെയല്ലേ? ആ നക്ഷത്രത്തിൽ നേടിവെച്ചിരിക്കുന്ന അനുഭവമാണ് ഉണ്ടാവുക. അല്പമായിരിക്കുന്ന ഒരു അനുഭവങ്ങൾ, അല്പമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വന്നു പോരുന്ന കാലനേരത്തെങ്കിലും അതിനുള്ളതായിരിക്കുന്ന ഉദയം കൊടുക്കുന്ന പറയാം. കാർമേഘം നീങ്ങിയിരിക്കുന്ന സൂര്യനക്ഷത്രത്തെ പ്രഭ പോലെ കൽപ്പിക്കും ജീവിതത്തിങ്കിൽ എന്നാ പറയാം. പൂർവ്വ നക്ഷത്രങ്ങളാണ്. ആദ്യം ഇരുള് തന്നെയാണ് ഉണ്ടാവുക, പിന്നീടാണ് വെളിച്ചുണ്ടാവുക കേട്ടാ. പോയിട്ടൊന്നും വേണ്ട കേട്ടാ ഉണ്ടാവുക. വെളിച്ചം തന്നില്ലേ? സത്യല്ലേ? ഇനി നാളേക്ക് വെളിച്ചം വേണ്ടെന്നിരിക്കും. എപ്പോഴും അച്ഛനപ്പനെ കിട്ടുക അത് വേണമെന്ന് പറഞ്ഞാൽ കിട്ടുക ഇല്ല. ബ്രഹ്മാവ് കൽപ്പിച്ചിരിക്കുന്ന ആയുസുണ്ട്, ആയുസിനകത്തേ കിട്ടും അല്ലേ? അതുപോലൊക്കെ കിട്ടും അച്ഛനും അല്ലേ? പിന്നീടോ ആശ്രയ ആരാധന വേണ്ടുക. പത്നി തന്നെയാണ്, ശക്തിയാണ് അല്ലേ? ഇതിന് ശക്തി ശക്തിയായിരുന്ന ലോകം ചെല്ലിട്ട് വരക്കും നാളേക്കും വേണമെന്നേ പറയും അല്ലേ? ശക്തി പോലെ ശിവനും അല്ലേ? ശിവശക്തി പോലെ ശിവനും പാർവതിയെ പോലെ നിലയുറപ്പിക്കുന്നതായിരിക്കുന്നത്. കഥകൾ പറയാം. എന്റെ കർമ്മങ്ങളാരും അനുഷ്ഠിക്കട്ട, അതിനുശേഷം പറഞ്ഞാൽ പോലെ അനുഷ്ഠിച്ചതിന് ശേഷം പറയാം കേട്ടോ. കഥകൾ പറയാം, എന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം കേട്ടോ. കേവലം തന്നെ കേട്ടോ.